അപ്പോൾ അതേ ലാസ്റ്റ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്തിരുന്ന ഫോക്സ്വാഗൻ പോളോ ആണ്. പെയിൻറ്റിങ്ങിനായിട്ടാണ് ആക്ച്വലി ഈ ഒരു വാഹനം നമ്മുടെ ഷോറൂമിൽ വന്നത്. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞു, ഫുൾ ബോഡി പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് പെയിൻറ്റിങ് ആവശ്യം ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഈ വാഹനത്തിൻ്റെ 2 പോർഷനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം വീട്ടിലോട്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് മതിലിൽ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചായി 2 ഡോറും നല്ല രീതിയിൽ പെയിൻറ്റ് കട്ടായി ഓൾമോസ്റ്റ് ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഏരിയ വരെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റണ്ണിങ് ബോർഡിൻ്റെ എൻഡിലും നല്ല രീതിയിൽ തന്നെ ഡാമേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുന്നേ പെയിൻ്റ് അടിച്ച സ്ഥലത്ത് ഡെൻറ്റ് വർക്ക് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം പുട്ടിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ഒരു പോർഷനിൽ ലാസ്റ്റ് ടൈം പെയിൻറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതെല്ലാം തന്നെ മാറ്റി വാഹനത്തിനെ റീപെയിൻറ്റ് ചെയ്തു, നല്ലൊരു അടിപൊളി കണ്ടീഷനിലോട്ട് പോളിഷ് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് എടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് എ പില്ലർ ബി പില്ലർ വരുന്ന ആ ഒരു ഷെല്ലിൻ്റെ ഏരിയയിൽ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പീൽ ഓഫ് ആയി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ മാറ്റി റീപെയിൻറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടി കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നത് ഇൻറ്റീരിയർ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നാണ്. അത്യാവശ്യം ബീച്ച് കളർ യെല്ലോ ഷെയ്ഡിലോട്ട് മാറിയിരുന്നു സീറ്റ്സൊക്കെ തന്നെ. അപ്പോൾ സീറ്റ് എല്ലാം തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്തു. അതുപോലെ ഡാഷ്ബോർഡും ഡോർ പാഡും എല്ലാം തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്ത് വാഹനം ഒരു മിൻ കണ്ടീഷനിലോട്ട് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വാഹനം ഇപ്പോൾ ഡെലിവറി കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ വാഹനത്തിൻ്റെ വർക്കിൻ്റെ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഡീറ്റെയിലിംഗ് വർക്കിൻ്റെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.